നമസ്കാരം. കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് ഒരിക്കൽ കൂടി സത്സംഗത്തിലൂടെ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ അനുസ്മരിക്കാൻ ഒരവസരവും കൂടി വന്നു ചേർന്നിരിക്കുകയാണ്. ഗുരുവായൂരപ്പന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദ മനുഷ്യം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദ മനുഷ്യം ഹൃദി ഭാവയാമി. ഇന്നലെ ഞാൻ ചോദ്യം ചോദിക്കാൻ മറന്നുപോയി. കഥയൊക്കെ പറഞ്ഞ അവസാനം വന്നപ്പോൾ എൻ്റെ ചോദ്യം ഞാൻ മറന്നുപോയതാണ് കേട്ടോ. ഇന്നപ്പോൾ ചോദ്യത്തിനായിട്ട് കാത്തിരിക്കൂ. ഇന്ന് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒരു കുഞ്ഞു കഥയും ഒക്കെ ആയിട്ട് നമുക്ക് പതിവ് പോലെ ഒന്നിച്ചു ചേരാം എന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ ആദ്യത്തെ ചോദ്യം നോക്കാം അല്ലേ. ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ശ്രീജി കെ എസ് എന്നാണ് കേട്ടോ കാണുന്നത്. ശ്രീജി കെ എസ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, വൃന്ദാവന യാത്രയിൽ ജോയിൻ ചെയ്യാൻ എന്ത് ചെയ്യണം എന്നാണ് ചോദ്യം കേട്ടോ. എല്ലാവരോടും കൂടി നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും, എന്നാലും ഒന്നുകൂടെ പറയുകയാണ്. നമ്മളൊരു വൃന്ദാവന യാത്ര പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അത് ജനുവരിയിലായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്നത്, എന്നാൽ ഇപ്പോൾ അത് മാറ്റിയിട്ട് ഫെബ്രുവരിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഫെബ്രുവരി 7-ാം തീയതി നമ്മളൊരു വൃന്ദാവന യാത്ര പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് വാട്സപ്പ് ചെയ്തോളൂ. എൻ്റെ വാട്സപ്പ് നമ്പർ അറിയാത്തവർക്കായിട്ട് 9074501193 എന്നതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ. അപ്പം അതിലേക്ക് ഞാൻ പെട്ടെന്ന് പറഞ്ഞു കേട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ വാട്സപ്പ് നമ്പർ. അതിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ പെട്ടെന്ന് വേണം, സീറ്റ് തീരാറായി, കാരണം കുറച്ച് ദിവസമായല്ലോ പറഞ്ഞിട്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വേഗം സീറ്റ് ബുക്ക് ചെയ്തോളൂ. ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എമൗണ്ടും കാര്യങ്ങളെല്ലാം മെസ്സേജ് അയച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫെബ്രുവരി 7-ാം തീയതിയാണ്, മറക്കണ്ട. നമ്മൾ ജനുവരിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഭയങ്കര തണുപ്പായിരിക്കും ജനുവരിയിൽ എന്ന് പറഞ്ഞതുകൊണ്ട് പോസ്റ്റ്പോൺ ചെയ്ത് ഫെബ്രുവരിയിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ. അടുത്തതായിട്ട് ദീപ വിനോദൻ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട്, സവിത ഞങ്ങൾക്ക് കുഞ്ഞുമോൾക്ക് ചോറ് കൊടുക്കാൻ 16-ാം തീയതി വരുന്നുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാമോ എന്ന്. ചോറൂൺ നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതില്ല കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം ചോറൂൺ നടക്കുന്ന ഹാളിൽ നിന്ന് തന്നെ ടിക്കറ്റ് എടുക്കാൻ പറ്റും. അവിടെ നിന്ന് തന്നെ നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോക്കുള്ള ടിക്കറ്റും എടുക്കാൻ സാധിക്കും. ചോറൂണ് രാവിലെ 5 മണിക്ക് തുടങ്ങും കേട്ടോ. 5 മണിക്ക് തുടങ്ങിയിട്ട് നട തുറന്നിരിക്കുന്ന എല്ലാ സമയത്തും ചോറ് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും വേറെ കരുതേണ്ടതില്ല. പിന്നെ ചോറ് കൊടുത്ത് ഷീട്ട് കാണിക്കുകയാണെങ്കിൽ കുഞ്ഞിനും അച്ഛനും അമ്മയ്ക്കും ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ അകത്തേക്ക്, നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അപ്പം അതൊക്കെ അനുസരിച്ച് കണക്കാക്കിയിട്ട് സമയം കണക്കാക്കി വന്നോളൂ കേട്ടോ. അടുത്തതായിട്ട് ജിജി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, ഗുരുവായൂരപ്പൻ്റെ ഒരു ദിവസം 12 ഭാവങ്ങളിൽ ദർശനം നൽകുന്നുണ്ട് ഗുരുവായൂരപ്പൻ, അവ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരുമോ എന്ന്. 16 ഭാവങ്ങളിലാണെന്ന് ഞാൻ പറഞ്ഞാലോ. 16 ഭാവങ്ങളിൽ എന്ന് മംഗളസ്തോത്ര രത്നാവലി എന്ന ഈ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത് ആണ് ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഇന്ന് ഒന്നും കൂടി അത് പറയാം. നിർമാല്യത്തിന് ഭഗവാൻ വിശ്വരൂപനായിട്ടാണ് എന്നും ആ സമയത്ത് തൊഴുന്നത് സർവ പാപനാശത്തിന് ഇടയാക്കും എന്നുമാണ് പറയുന്നത്. നിർമാല്യം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനെ തലേ ദിവസത്തെ എല്ലാ അലങ്കാരത്തോടു കൂടിയും കാണുന്നതാണ്. അത് മാത്രമല്ല കേട്ടോ, അത് എല്ലാ ക്ഷേത്രത്തിലും അങ്ങനെയാണ്. എന്നാൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അത്താഴപൂജയും തൃപ്പുകയും ഒക്കെ കഴിഞ്ഞ് നട അടച്ചതിന് ശേഷം ദേവന്മാരാൽ പൂജ ചെയ്യപ്പെടും ആ വിഗ്രഹം എന്നാണ് പറയുന്നത്. നമ്മുടെ കുഞ്ഞു ഗുരുവായൂരപ്പൻ ദേവന്മാരാൽ പൂജ ചെയ്യപ്പെട്ടിട്ട് കാണുന്നതിനെയാണ് നിർമ്മാല്യ ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നിർമ്മാല്യം തൊഴാൻ ഇത്രയും തിരക്ക് അനുഭവപ്പെടുന്നതും. ഏറ്റവും കൂടുതൽ ദൈവ ചൈതന്യം വർദ്ധിച്ചു നിൽക്കുന്ന സമയത്ത് തൊഴണം എന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അല്ലേ. സർവ പാപനാശമാണ് ഈ വിശ്വരൂപനെ കണ്ടാൽ എന്നാണ് പറയാറുള്ളത്. അടുത്തതായിട്ട് എണ്ണാഭിഷേകമാണ്. എണ്ണാഭിഷേക സമയത്ത് വാദരോഗ നിവാരകനാണ് ഭഗവാൻ. അത് ഇനി പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ അല്ലേ. വാദാദി രോഗങ്ങളെല്ലാം ശമിക്കാൻ എണ്ണാഭിഷേകം കാണുന്നത് വളരെ നല്ലതാണെന്ന് പറയും. അടുത്തത് വാഗചാർത്താണ്. ആ സമയത്ത് സർവ അരിഷ്ടഘ്നൻ എന്നാണ് പറയുക. അതായത് എല്ലാ ദുഃഖങ്ങളും അരിഷ്ടങ്ങളും കഷ്ടതകളും എല്ലാം തീർക്കുന്ന ഭാവമാണ് ആ ഒരു സമയത്ത് ഗുരുവായൂരപ്പന് നമുക്ക് കാണാൻ സാധിക്കാന്നാണ്. അടുത്തതായിട്ട് ശംഖാഭിഷേകമാണ്. ഈ ശംഖാഭിഷേകം സമയത്ത് നാശനൻ എന്നാണ് ഭഗവാൻ അറിയപ്പെടുന്നത്. ധനധാന്യ സമൃദ്ധി അഭിവൃദ്ധി ഉണ്ടാവാനാണ് ഈ ഒരു സമയം തൊഴുന്നത് എന്നാണ് പറയാറുള്ളത് കേട്ടോ.
അടുത്തത് ബാലഗോപാല ദർശനമാണ്. അതായത് ശംഖാഭിഷേകം കഴിഞ്ഞു നിൽക്കുന്ന കുഞ്ഞുണ്ണി കൃഷ്ണനാണ്, മനോമോഹനനായിട്ടാണ് ഭഗവാൻ ആ സമയത്ത് എന്നാണ് പറയുക. ആ സമയത്ത് തൊഴുന്നതിലൂടെ നമ്മുടെ ഭക്തിഭാവം കൂടുതലാവാനാണ്, അതായത് പരാഭക്തിദായകം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഭക്തി തോന്നുക ആ ഒരു സമയത്ത് തോന്നിയാലാണ്, ഭഗവാനോട് ഇഷ്ടം തോന്നുന്നത്, ഭഗവാനിലേക്ക് കൂടുതൽ എടുക്കുന്നത് ഈ ഒരു സമയത്ത് തൊഴുമ്പോഴാണ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ശംഖാഭിഷേകം കഴിഞ്ഞ് ഭഗവാന് മലര് നിവേദ്യമൊക്കെ കഴിഞ്ഞിട്ട് സുന്ദരനായിട്ട് ഉഷപൂജ കൃഷ്ണനായിട്ട് കാണില്ലേ, ആ സമയത്താണ് പരാഭക്തിദായകനായിട്ട് ബാലഗോപാലനായിട്ട് നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഒരു കയ്യിൽ വെണ്ണയും ഒരു കയ്യിൽ ഓടക്കോലും പിടിച്ചു നിൽക്കുന്ന പൊന്നുണ്ണികൃഷ്ണനെ കാണാൻ സാധിക്കുക. ഈ സമയത്താണ് ഭക്തിദായകനാണ് ഭഗവാൻ എന്ന് പറയാറുള്ളത്. ബാലഗോപാല രൂപനാണ്, മനോമോഹനനാണ് എന്ന് പറയണത് കേട്ടോ. അടുത്തത് പാലഭിഷേകം കാണുന്നതാണ്. പാലഭിഷേകം കാണുമ്പോൾ ഗോവിന്ദ ഗോവിന്ദ എന്ന് തൊഴണമെന്ന് ഞാൻ പറയാറുണ്ട് കേട്ടോ. നമുക്ക് ആ കാമധേനു ഭഗവാനെ ഗോവിന്ദനായിട്ട് അഭിഷേകം ചെയ്തത് ഓർമ്മ വരുന്ന, അല്ലെങ്കിൽ അത് ഓർത്തുകൊണ്ട് നമ്മൾ ഗോവിന്ദ ഗോവിന്ദ എന്ന് ചൊല്ലണം എന്ന് പറയാറുണ്ട്. ഗോവിന്ദമൂർത്തിയാണ് ഈ സമയത്തെ ഭഗവാന്റെ ഭാവം സർവരക്ഷകനാണ്. നമ്മളെ എല്ലാവരെയും എല്ലാ കഷ്ടതകളിൽ നിന്നും രക്ഷിക്കുന്ന ഭാവമാണ് ഈ പാലഭിഷേകം തൊഴുതാലത്തെ ഫലം അതാണ് എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അടുത്തതായിട്ട് ഇളനീരഭിഷേകം സമയം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആപത് ബാന്ധവനാണ്, സദ്ബുദ്ധിദായകനാണ്. അതായത് പാലഭിഷേകം കഴിഞ്ഞാൽ ശംഖാഭിഷേകം, നവകാഭിഷേകം എന്നൊക്കെ പറയില്ലേ, ആ സമയത്ത് ഭഗവാന് ആപത് ബാന്ധവൻ എന്ന ആ ഒരു ഭാവമാണ്. എന്ത് ആപത്ത്, ഈ ആപത്ത് കൊണ്ട് എന്താ ഉദ്ദേശിക്കണേ, നമുക്ക് വരുന്ന ദുഷ്ടചിന്തകളാണ് നമ്മളെ കൂടുതൽ ആപത്തുകളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അല്ലേ. നമുക്ക് തെറ്റായ ഡിസിഷൻ എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരില്ലേ, അതൊക്കെ ഇല്ലാതാക്കാൻ ആപത് ബാന്ധവനായിട്ട് സദ്ബുദ്ധിദായകനായിട്ട് ഗുരുവായൂരപ്പൻ ഉണ്ടാവും ഈ അഭിഷേകം കണ്ടു തൊഴുന്നതിലൂടെ എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് നവകാഭിഷേകമാണ്. ഈ നവകാഭിഷേക സമയത്ത് പരബ്രഹ്മരൂപിയാണ് ഗുരുവായൂരപ്പൻ, ചിത്തശുദ്ധി പ്രദായകം. ഇതുകൊണ്ടാണ് സപ്തശുദ്ധി അഭിഷേകം നടത്തുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ മനസ്സിന് എന്താ പറയുക, തെളിഞ്ഞ മനസ്സാവാൻ, നല്ല മനസ്സാവാനാണ്. മനസ്സിൻ്റെ എല്ലാ ദുരിതങ്ങളും മാറി നല്ല മനസ്സാവാൻ വേണ്ടിയിട്ടാണ് സപ്തശുദ്ധി അഭിഷേകം നടത്തുന്നതെന്ന് പറയാറില്ലേ. അതെന്താന്ന് വെച്ചാൽ ഭഗവാന് ഈ ഒരു ദർശനത്തിലൂടെ, അതായത് നവകാഭിഷേകം കാണുന്നതിലൂടെ ചിത്തശുദ്ധി പ്രദായകനാണ് ഭഗവാൻ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ആ സമയത്ത് ഭഗവാന്റെ ഭാവം പരബ്രഹ്മമൂർത്തിയാണ് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ മനസ്സൊക്കെ നന്നായിട്ട് ക്ലിയർ ആവാനാണ് ഈ ഒരു നവകാഭിഷേകം കാണുന്നത് എന്ന് പറയാറുണ്ട്. ഇനി അടുത്തത് പന്തീരടി പൂജയാണ്. പന്തീരടി പൂജ തൊഴുമ്പോൾ ശുദ്ധസത്വരൂപിയാണ് ഗുരുവായൂരപ്പൻ എന്ന് പറയാറുണ്ട്. അതായത് ഭഗവാൻ നിർഗുണ പരബ്രഹ്മാണ്, അതുപോലെ തന്നെ സാത്വിക ഭാവമാണ് എന്ന് പറയില്ലേ, ശുദ്ധ സത്വരൂപിയാണ്. ഈ ഒരു പന്തീരടി പൂജയുടെ സമയം നേത്രാദി രോഗശമനത്തിനെല്ലാം പന്തീരടി പൂജ തൊഴുന്നത് വളരെ നല്ലതാണ്. പറയാറില്ലേ, പാലഭിഷേകം ചീട്ടാക്കി പന്തീരടി പൂജ തൊഴുന്നത് നേത്രരോഗങ്ങളെല്ലാം മാറാൻ നല്ലതാണെന്ന്. അപ്പൊ ഇനി ഇതിന്റെയൊക്കെ സമയം എപ്പോഴാണെന്ന് ചോദിക്കും ഓരോരുത്തർ. പന്തീരടി പൂജയുടെ സമയം ഉദയാസ്തമന പൂജ ഇല്ലാത്ത സമയമാണെങ്കിൽ 8:45 കഴിഞ്ഞാൽ പന്തീരടി പൂജ നമുക്ക് തൊഴാറാവും. പന്തീരടി പൂജ കഴിഞ്ഞ് തൊഴുന്ന സമയം. അതുപോലെ തന്നെ ഉദയാസ്തമന പൂജ ഉണ്ടെങ്കിൽ 11:30 ശേഷമേ നമുക്ക് പന്തീരടി പൂജ തൊഴാൻ പറ്റുള്ളൂ കേട്ടോ. അടുത്തതായിട്ട് ഉച്ചപൂജയാണ്. ഉച്ചപൂജ സർവാഭീഷ്ടപ്രദായകനാണ്, ശോകനാശകം ആണ് അതിൻ്റെ ഫലം എന്ന് പറയും. ഇത് പറയുമ്പോൾ ആചാര്യൻ്റെ ഒരു കഥ പറയാറുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ നല്ല റിച്ച് ആയിട്ടുള്ള ഒരാളുണ്ട് വിചാരിക്കുക. അയാളുടെ അടുത്ത് നിന്നാണ് അത്യാവശ്യത്തിന് നമ്മൾ പോയി പണമൊക്കെ കടം വാങ്ങാറുള്ളത്. ഒരു 5-10 രൂപയൊക്കെ ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ തുകകളൊക്കെ ചോദിച്ചാൽ അയാൾ കടം തരാറുണ്ട്. നമ്മൾ ഈ പറഞ്ഞ സമയത്ത് തിരിച്ചു കൊണ്ടു കൊടുക്കാറുണ്ട്. ഒരു ദിവസം അയാൾ ഊണ് കഴിക്കാൻ വിശന്നിരിക്കുക കേട്ടോ. ആ സമയത്ത് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മൾ പോയി കോളിംഗ് ബെൽ അടിക്കുന്നത്. ആ സമയത്ത് അയാൾ എഴുന്നേറ്റ് വരുമ്പോൾ അവിടെ കിടക്കുന്ന സോഫയിലോ ടീപ്പോയിലോ എന്തോ ഒന്ന് കാല് തട്ടി അയാൾക്ക് വേദന എടുത്തു. ഭയങ്കരമായിട്ട് വിശപ്പ്, വേദന എടുക്കല് എല്ലാം കൊണ്ടും അയാൾക്ക് ദേഷ്യം വന്നിട്ട് അയാൾ വാതിൽ തുറന്നു നോക്കിയപ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുക നമ്മൾ. എന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് ആവശ്യത്തിനെ കുറിച്ച് പണം കടം തരണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അയാളുടെ ഒരു റിയാക്ഷൻ ഉണ്ടാവുക?
തീർച്ചയായിട്ടും അയാൾ പറയും ഇപ്പോൾ ഒരു പൈസ ഇല്ല അവിടെ, എന്താ ചോദിക്കുമ്പോൾ തരാൻ, ഞാനെന്താ നിങ്ങളുടെ ബാങ്കാണോ എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലേ. എന്നാൽ ഇതേ ആൾ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് ഒന്ന് വിശ്രമിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ കണ്ടാൽ വരിക വരിക ഇരിക്കുക, എന്താ ആവശ്യം എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയില്ലേ. ഇതുപോലെ അത്രേ ഉണ്ണികൃഷ്ണന്റെ കുഞ്ഞു കുംഭ നിറഞ്ഞ സമയത്ത് ഉച്ചപൂജയുടെ സമയത്ത് ഭഗവാനെ കാണുകയാണെങ്കിൽ ആ സമയത്ത് ഭഗവാൻ സർവാഭീഷ്ടപ്രദായകനായിട്ടാണ് ശ്രീലകത്ത് ഉണ്ടാവുക എന്നും ശോകനാശകനാണ് ഭഗവാൻ ആ സമയത്ത് എന്നുമാണ് പറയാറുള്ളത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഉച്ചപൂജ തൊഴാൻ സാധിക്കട്ടെ അല്ലേ. കാരണം നമുക്ക് എല്ലാവർക്കും അനേകം തരത്തിലുള്ള ശോകങ്ങളുണ്ട്, ശോകങ്ങളും കൊണ്ടാണ് നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പോണേ അല്ലേ. അടുത്തതായിട്ട് ശിവേലി ദർശനമാണ്. നട തുറന്ന് വൈകുന്നേരം നട തുറന്ന സമയത്ത് ശിവേലി ഉണ്ടാവുമല്ലോ. ഈ ശിവേലിയുടെ സമയത്ത് മഹാപ്രഭുവാണ് ഭഗവാൻ എന്നാണ് പറയാം. നമുക്ക് എപ്പോഴും മഹാപ്രഭുവാണ് അല്ലേ, നമ്മുടെ എല്ലാം സാധിപ്പിച്ചു തരുന്ന മഹാപ്രഭുവാണ് ഗുരുവായൂരപ്പൻ. അപ്പൊ ഈ ശിവേലിയുടെ സമയത്ത് ഭഗവാന് മഹാപ്രഭു എന്ന ഭാവമാണ് കേട്ടോ. വേറൊരു ഭാവം കൂടി ഉണ്ട് കേട്ടോ ശിവേലിക്ക്. നമുക്ക് കുറേ നേരം അങ്ങനെ വരിയിൽ നിന്ന് കാണാനൊന്നും സാധിച്ചില്ല, പുറത്തു നിന്ന് കണ്ടു പോവാം എന്നൊക്കെ പറയുന്ന സമയത്ത് ആനപ്പുറത്തൊരു വരവുണ്ട് ഗുരുവായൂരപ്പൻ്റെ അല്ലേ. അപ്പൊ നമുക്ക് മനസ്സ് നിറയും, നമ്മളെ കാണാൻ ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളി വന്നതാണോ തോന്നും. അത്രയ്ക്ക് സന്തോഷമാവണ ഒരു നിമിഷം ഉണ്ടല്ലോ, ഇത് ഭക്തനും ഭഗവാനും മാത്രം അറിയുന്ന ഒരു ഫീലിംഗ് ആണത്. ആ സമയത്ത് മഹാപ്രഭുവാണ് ഗുരുവായൂരപ്പൻ. സർവ അഘാഹാരം എന്നാണ് അതിൻ്റെ ഫലസിദ്ധി പറയുന്നത്. എല്ലാ ദുഃഖങ്ങളും മാറ്റുക എന്നുള്ളത് തന്നെയാണ് അവിടെയും ഭഗവാന്. ക്ലിശാപഹസ്ത്രി ജഗതാം ത്വമിഹാവിരാസി എന്ന ആ ഒരു ഭാവം വീണ്ടും 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 വരുന്നു അല്ലേ. അതേപോലെ തന്നെ ഇനി ശിവേലി അല്ല, അന്നത്തെ ദിവസം ശ്രീഭൂതബലി ആണെങ്കിൽ ആ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ ഭാവം എന്ന് പറയുന്നത് സർവേശ്വരനാണ്, സന്താന ലാഭത്തിനാണ് ശ്രീഭൂതബലി തൊഴുന്നത് എന്നാണ് പറയാ കേട്ടോ. അനേക വർഷമായിട്ട് കുട്ടികളില്ലാത്ത ദമ്പതികളൊക്കെ ശ്രീഭൂതബലി തൊഴാൻ നോക്കിക്കോളൂ. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഒരു സത്പുത്രനെയോ സൽപുത്രിയോ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ സമയത്ത് തൊഴുന്നത്. ഇനി കുട്ടികളൊക്കെ ഉള്ള ആൾക്കാർക്കോ നല്ല സന്താനങ്ങളാവാനും സദ്ബുദ്ധി സന്താനങ്ങൾക്ക് ഉണ്ടാവാനും ഒക്കെ ശ്രീഭൂതബലി തൊഴുന്നത് വളരെ നല്ലതാട്ടോ. അടുത്തതായിട്ട് സായന്തന ദർശനം, അതായത് സന്ധ്യാസമയത്തുള്ള ഭഗവാൻ മംഗളരൂപിയാണ് എന്നാണ് പറയുന്നത്. സർവമംഗളപ്രധാനമാണ് അദ്ദേഹത്തിൻ്റെ ആ സമയത്തെ ബലസിദ്ധി എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ദീപാരാധനയുടെ ദർശനം. ദീപാരാധനാ ദർശനം മോഹനരൂപനാണ് ഭഗവാൻ. ഭഗവാന്റെ ആ ഒരു ദീപാരാധന തൊഴുന്നത് ദാമ്പത്യത്തിന് നല്ലതാണ്, അല്ലെങ്കിൽ മംഗല്യപ്രാപ്തിക്ക് നല്ലതാണ്. വിവാഹം നടക്കാനും ഉള്ള വിവാഹ ജീവിതത്തിൽ വളരെ സന്തോഷം അനുഭവിക്കാനും വളരെ 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 നല്ലതാണ്, ഉത്തമമാണ് ഈ ദീപാരാധന തൊഴുന്നത്. അപ്പം ഇനി ആളുകളുടെ സംശയം ദീപാരാധന തൊഴാൻ പറ്റുമോ എന്നാണ്. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തൊഴാൻ പറ്റുമെന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അതിനായിട്ട് നമുക്ക് പ്രീ ബുക്ക് ചെയ്യാനൊന്നും പറ്റില്ല. ആ സമയത്ത് നമ്മൾ അവിടെ എത്തുകയാണെങ്കിൽ ദീപാരാധനയുടെ സമയം കണക്കാക്കുന്നത് അസ്തമയത്തിൻ്റെ സമയം വെച്ചിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് ആ സമയത്ത് വരിയിൽ നമ്മൾ എത്തുകയാണെങ്കിൽ നമുക്ക് തൊഴാൻ സാധിക്കും. നമ്മുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ഭഗവാൻ അത് നടത്തി തരുക ചെയ്യൂ കേട്ടോ. അടുത്തതായിട്ട് അത്താഴപൂജയുടെ സമയത്ത് ഭഗവാനെ തൊഴുതാൽ ബ്രഹ്മാണ്ഡ നായകനാണ് ഗുരുവായൂരപ്പൻ ആ സമയത്ത് എന്നാണ് പറയുക. ഉദര രോഗങ്ങളൊക്കെ മാറാൻ നല്ലതാണ് ഈ അത്താഴപൂജ തൊഴുന്നത് എന്നാണ് കേട്ടോ അതിൻ്റെ ഫലസിദ്ധി പറയുന്നത്. ഉദര രോഗ നിവാരകനാണ് ഗുരുവായൂരപ്പൻ അത്താഴപൂജ തൊഴുന്ന ആളുകൾക്ക് പ്രദാനം ചെയ്യുന്ന ആ ഒരു വരം എന്ന് പറയുന്നത്. അടുത്തത് തൃപ്പുക ദർശനാണ്. തൃപ്പുകയുടെ സമയത്ത് കൈവല്യാദി അഖിലപ്രദൻ എന്നാണ് ഭഗവാനെ ആ സമയത്ത് ആ ഭാവമുള്ളത്. ഈ തൃപ്പുക തൊഴുന്നതിലൂടെ നമുക്ക് മോക്ഷപ്രാപ്തിയാണ് ഗുരുവായൂരപ്പൻ തരിക എന്നാണ് പറയുന്നത്. എല്ലാ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ഒക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ വേണ്ടത്? മോക്ഷം തന്നെയല്ലേ വേണ്ടത്. അപ്പോൾ ആ തൃപ്പുക തൊഴുന്നതിലൂടെ മോക്ഷപ്രാപ്തി എന്നാണ് ഗുരുവായൂരപ്പൻ ആ ഒരു അനുഗ്രഹമായിട്ട് നമുക്ക് തരുന്നത് എന്നാണ് പറയുന്നത്. ഇങ്ങനെ 16 ഭാവങ്ങളിലാണ് നമ്മുടെ ഉണ്ണികൃഷ്ണനുള്ളത്. ഈ 16 ഭാവങ്ങളിൽ തൊഴുമ്പോൾ ഉള്ള 16 ഫലസിദ്ധികളുമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞ് അടുത്ത ചോദ്യം എടുക്കാനുള്ള സമയമില്ലാതായി. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ഇനി കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇത് ടു ഷോർട്ടായി പോയെന്ന് എനിക്കറിയാം. വീഡിയോ മൊത്തം എന്ന് പറയുമ്പോൾ ടു ഷോർട്ടായി പോയി. പക്ഷേ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് വെച്ച് ഞാൻ ഇനി അടുത്തൊരു ചോദ്യം എടുക്കുന്നില്ല. നിങ്ങളെല്ലാവരും ഇത് വീണ്ടും വീണ്ടും കേൾക്കൂ. ഏത് ഭാവത്തിൽ ഭഗവാനെ കാണണം എന്ന് സ്വയം നിശ്ചയിക്കൂ. നിശ്ചയിച്ചതിന് ശേഷം ആ നിശ്ചയം നടത്തിത്തരണേ എന്ന്
നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനോട് വീണ്ടും 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 പ്രാർത്ഥിച്ചോളൂ. ഗുരുവായൂരപ്പൻ നിങ്ങൾ ഓരോരുത്തരുടെയും എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരട്ടെ. സർവരോഗവിനാശന, സർവപാപവിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.